നമസ്കാരം. ഇന്ത്യ ടുഡേ സി വോട്ടർ നടത്തുന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായി തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ തമിഴ് വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും തൊട്ടുപിൻപിൽ മൂന്നാം സ്ഥാനത്താണ് ജനപ്രീതിയിൽ വിജയ് എത്തി നിൽക്കുന്നത്. മമതാ ബാനർജി, അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖ ദേശീയ നേതാക്കളെ പിന്നിലാക്കിയാണ് വിജയുടെ ഈ അപ്രതീക്ഷിത മുന്നേറ്റം. ദേശീയ തലത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നെന്നാണ് ന്യൂസ് ടൈം പരിശോധിക്കുന്നത്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമല അയ്യപ്പനെതിരായ മോശം പരാമർശത്തിൽ സണ്ണി എം കബിക്കാട്ടിനെതിരെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. വിശ്വാസികളുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കണമെന്ന് കെ മുരളീധരൻ. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് യാത്രാ ദുരിതം നേരിട്ട പുത്തഞ്ചിറ പിണ്ടാണി നമ്പൂരിപ്പൊക്കം റോഡിൽ അടിയന്തര നടപടികളുമായി അധികൃതർ. സ്ഥലം സന്ദർശിച്ച മന്ത്രി ഒ.ജെ. ജനീഷ് സ്ഥിതിഗതികൾ വിലയിരുത്തി. വെള്ളാങ്കല്ലൂരിൽ രാജീവ് ഗാന്ധി റോഡ് തകർന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. വെള്ളം കയറി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുരിതമായി. വാർത്തകൾ വിശദമായി. ശബരിമല അയ്യപ്പനെതിരായ മോശം പരാമർശത്തിൽ സണ്ണി എം കബിക്കാട്ടിനെതിരെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദൈവങ്ങളെ ആരും മോശമായി ചിത്രീകരിക്കരുത്, വിശ്വാസികളുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ദൈവങ്ങളെ ഒരിക്കലും മോശമായിട്ട് ആരും ചിത്രീകരിക്കരുത്. ദൈവവിശ്വാസികളാണ് സമൂഹത്തിൽ കൂടുതൽ. അവരുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കണം. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ നിർത്തിയ കോൺഗ്രസിൻ്റെ നല്ല മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിച്ചു വന്നല്ലോ. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് യാത്രാ ദുരിതം നേരിട്ട പുത്തഞ്ചിറ പിണ്ടാണി നമ്പൂരിപ്പൊക്കം റോഡിൽ അടിയന്തര നടപടികളുമായി അധികൃതർ. സ്ഥലം സന്ദർശിച്ച മന്ത്രി ഒ.ജെ. ജനീഷ് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് സമീപത്തെ 2 കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകി. പുത്തഞ്ചിറ പിണ്ടാണി നമ്പൂരിപ്പൊക്കം റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് യാത്രാ ദുരിതം നേരിട്ട പ്രദേശം എം.എൽ.എയും കായിക വകുപ്പ് മന്ത്രിയുമായ ഒ.ജെ. ജനീഷ് സന്ദർശിച്ചു. ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ അപകട ഭീഷണി നിലനിൽക്കുന്ന താഴ്ഭാഗത്തെ 2 വീടുകളിലെ താമസക്കാരെ അടിയന്തരമായി വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അടുത്ത പ്രവൃത്തി ദിവസം ജില്ലാ കളക്ടറും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തും. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എൻ. രാജേഷ്, വികസനകാര്യ ചെയർമാൻ ടി.എസ്. ഷാജു, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി.എൻ. പ്രദീപ്, വാർഡ് മെമ്പർമാരായ എം.പി. സോണി, സിനി റഹീം, പുത്തഞ്ചിറ വില്ലേജ് ഓഫീസർ വി.എൻ. ലക്ഷ്മി, ക്ലർക്ക് പി.ആർ. ശരത്ത്, കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് സി.കെ. യുധി മാസ്റ്റർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് കരിപ്പാക്കുളം സിറാജ്, ഗോസായി വീട്ടിൽ രമേശൻ എന്നിവരോട് സുരക്ഷിതമായ വാടക വീട്ടിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. വെള്ളാങ്കല്ലൂരിൽ രാജീവ് ഗാന്ധി റോഡ് തകർന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. വെള്ളം കയറി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുരിതമായി. കുഴിയിൽ വീണ് വഴിയാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് കോടക്കാപ്പറമ്പിന് പടിഞ്ഞാറ് വശത്ത് നിന്ന് വള്ളിവട്ടം ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന രാജീവ് ഗാന്ധി റോഡാണ് തകർന്ന നിലയിൽ. വെള്ളം കയറി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. കുഴിയിൽ വീണ് വഴിയാത്രക്കാരിയായ വലിയകത്ത് കരീമിന്റെ ഭാര്യയ്ക്ക് കൈക്ക് പരിക്കേറ്റതായും നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകളിലേക്ക് പോകുന്നവർക്കുമുള്ള പ്രധാന ആശ്രയമാണ് ഈ റോഡ്. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉദ്യോഗസ്ഥർ ആരും സ്ഥലം സന്ദർശിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. തൃശൂർ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ എടത്തോ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ട് ചീഫ് മിനിസ്റ്റർ ട്രോഫി സ്വന്തമാക്കി. സൗത്ത് പറവൂർ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി 2ാം സ്ഥാനത്തെത്തി.
പ്രദർശന മത്സരമായാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടന്നത്. തൃശൂർ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ ആവേശകരമായ വള്ളംകളിയാണ് അരങ്ങേറിയത്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രദർശന മത്സരത്തിൽ എടത്തുവ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടൻ 1ാം സ്ഥാനവും സൗത്ത് പറവൂർ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കിരി 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ചീഫ് മിനിസ്റ്റർ ട്രോഫി സമ്മാനിച്ചു. ചുരുളൻ വള്ളം എ ഗ്രേഡ് മത്സരത്തിൽ സംഘം ബോട്ട് ക്ലബിന്റെ ഗരുഡൻ 1ാം സ്ഥാനവും പെരുങ്ങോട്ടുകര VBC പൊണ്ണക്കൽ കടവിന്റെ താണിയിൽ 2ാം സ്ഥാനവും നേടി. ചുരുളൻ വള്ളം ബി ഗ്രേഡിൽ മുപ്പട്ടിത്തറ ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം 1ാമതെത്തി. നടുവിൽക്കര NKBCയുടെ തട്ടകത്തമ്മ 2ാം സ്ഥാനവും നേടി. ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന നീന്തൽ മത്സരത്തിൽ ആദിത്യനാരായണൻ 1ാം സ്ഥാനം സ്വന്തമാക്കി. മീഡിയ ടൈം തൃശൂർ. അതിരപ്പള്ളി മലക്കപ്പാറ കാനനപാതയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കമ്പാലിയുടെ സാന്നിധ്യം. റോഡിൽ 3/4 മണിക്കൂറോളം നിലയുറപ്പിച്ച കാട്ടാനയ്ക്ക് മുമ്പിൽ ഷോളയാർ പവർ ഹൗസിലെ വാഹനവും KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങളും കുടുങ്ങി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ആനമല പാതയിൽ അമ്പലപ്പാറയിൽ കാട്ടുകൊമ്പൻ കബാലി റോഡിലിറങ്ങിയത്. മലക്കപ്പാറയിൽ നിന്ന് തിരികെ വരികയായിരുന്ന ഷോളയാർ പവർ ഹൗസിലെ വാഹനത്തിനും KSRTC ബസ്സിനും മുന്നിലായിരുന്നു കബാലിയുടെ വരവ്. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ കണ്ടതോടെ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നു. ഏകദേശം 3/4 മണിക്കൂറോളം റോഡിൽ നിന്ന കബാലി പിന്നീട് കാട്ടിലേക്ക് കയറിപ്പോയതോടെയാണ് വാഹനങ്ങൾ കടന്നു പോകാനായത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിൽ കബാലിയുടെ സാന്നിധ്യം പതിവാണ്. ഇടയ്ക്കിടയ്ക്ക് കാട്ടിലേക്ക് കയറിപ്പോകുന്ന കബാലി വീണ്ടും റോഡിലേക്ക് ജനവാസ മേഖലയിലേക്കും എത്തുന്നതാണ് പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നത്. മീഡിയ ടൈം ചാലക്കുടി. വെള്ളാഞ്ചിറ തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ KT ജോസ് സ്മാരക ട്രോഫിക്കായുള്ള വനിതാ ഓണക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകിട്ട് 2-ന് നടക്കുന്ന മത്സരം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും. ശിവനാഥും ചാലക്കുടിയും സംഗമേശ്വര ഇരിഞ്ഞാലക്കുടിയും തമ്മിലാണ് മത്സരം. പരിപാടിയുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുകയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുകയും ചെയ്യും. പത്രസമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ സന്തോഷ് അരിക്കാടൻ, ജനറൽ കൺവീനർ ഡെൻ പോൾ, പ്രസിഡന്റ് CC തോമസ്, സെക്രട്ടറി വിൽസൺ KJ, ട്രഷറർ ബെന്നി പൗലോസ്, KD മാക്സ്, VT ജോസ് തുടങ്ങിയവർ പരിപാടിയുടെ വിശദാംശങ്ങൾ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ തന്നെ പേരെടുത്ത പ്രമുഖ വനിതാ ടീമുകളായ ശിവനാഥം ചാലക്കുടിയും സംഗമേശ്വര ഇരിഞ്ഞാലക്കുടിയും തമ്മിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഈ അവസരത്തിൽ തന്നെ 8, 9, 10, 11 വാർഡുകളിലെ SSLC +2 പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങിയവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും സഹായധനവും വിതരണം നടത്തുകയും മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന തിരുത്തിപ്പറമ്പിലെ വിനോദ് സ്മാരക വായനശാലയ്ക്കും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് 70 വയസ്സിന് മുകളിലുള്ളവരുടെ നീന്തൽ മത്സരത്തിൽ സ്റ്റേറ്റ് ലെവലിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ അരവിന്ദൻ പീണിക്ക എന്ന വ്യക്തിയെ ആദരിക്കുകയും ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല അയ്യപ്പനെതിരായ മോശം പരാമർശത്തിൽ സണ്ണി M കബിക്കാട്ടിനെതിരെ ദേവസ്വം മന്ത്രി K മുരളീധരൻ. വിശ്വാസികളുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കണമെന്ന് K മുരളീധരൻ. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് യാത്രാ ദുരിതം നേരിട്ട പുത്തഞ്ചിറ പിണ്ടാണി നമ്പൂരിപ്പൊക്കം റോഡിൽ അടിയന്തര നടപടികളുമായി അധികൃതർ. സ്ഥലം സന്ദർശിച്ച മന്ത്രി OJ ജനീഷ് സ്ഥിതിഗതികൾ വിലയിരുത്തി. വെള്ളാങ്കല്ലൂരിൽ രാജീവ് ഗാന്ധി റോഡ് തകർന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. വെള്ളം കയറി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുരിതമായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.